ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോട്ര ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ ഈശ്വരൻ നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്നെ തൃപ്തി വരുത്തട്ടെ. മക്കളെ ക്രിസ്തു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. ആമയും എന്നുള്ളതിൻ്റെ മീനിങ് ദൈവനാമത്തിൽ ഇതെന്നിൽ സംഭവിക്കട്ടെ എന്നാണ്. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടല്ലോ. മുസ്ലിംസിനും എനിക്കൊക്കെ പണ്ട് പള്ളിയിൽ പോകുമ്പോൾ ആമയും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാകും. ഇന്ന് ഞാനൊരു വചനം കാണാണ്ട് പറയട്ടെ. കാണാണ്ടല്ല, അതെനിക്ക് കാണാണ്ട് അറിയാവുന്നതിൻ്റെ കോട്ടിങ് എവിടെയാണ്? 1 കൊരിന്ത്യർ 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ നിരൂപിക്കാത്ത. ആമേൻ. ഞാൻ ഏത് കൊറോണ കാലത്ത് എപ്പോഴും ഇത് തന്നെ. പക്ഷേ അത് എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. 1 കൊരിന്ത്യർ 2:9. യേശുബ്രാൻ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഒരു ഹൃദയത്തിൽ നിരൂപിക്കുകയും ചെയ്യാറില്ല. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. ദൈവത്തിന് എന്നോടുള്ള സ്നേഹം എനിക്ക് തിരിച്ചൊന്നുമില്ല കേട്ടോ എൻ്റെ യേശു. അപ്പോൾ അതോർക്കുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടം. എന്തുമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കണേ അല്ലേ. ആ പാവം അത് നമുക്ക് ഒട്ടും തിരിച്ച് എൻ്റെ ദൈവം എൻ്റെ കല്ലായിട്ടുള്ള ഹൃദയം മാറ്റി മാംസളമായ സ്നേഹമുള്ള ഹൃദയം ആക്കണം എന്നൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ. കാര്യം വചനത്തിൻ്റെ പേപ്പറൊക്കെ എടുത്തതായാലും ഞാനത് ഇന്ന് രാവിലെ വചനം വായിച്ചപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ പറയണം എന്നോർത്തത് ബൈ ഹാർട്ട് പഠിച്ചായിരുന്നു. 1 കൊരിന്ത്യർ 2:9. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ, സമാധാനത്തിൻ്റെ യേശു വേഗത്തിൽ പിശാചിനെ കാലിൻ്റെ ചുവട്ടിട്ട് ചവിട്ടി മെതിക്കുന്നത്. റോമർ 16:20. ഞാൻ പറഞ്ഞത് കറക്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എവിടെ ബഹളമൊക്കെ നമ്മളോട് ആരെങ്കിലും ഒച്ച ഉണ്ടാക്കിയാലേ നമ്മളിത് ചൊല്ലിയിട്ട് അവരെ സമീപിച്ച് നോക്കി, അവർ ശാന്തരാകും. സമാധാനത്തിൻ്റെ യേശു വേഗത്തിൽ പിശാചിനെ കാലിൻ്റെ ചുവട്ടിലിട്ട് ചവിട്ടി മെതിക്കുന്നത്. ഞാനിന്ന് മറന്നുപോകും. ഇതിങ്ങനെ ബഹളം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതാണ് കുഴപ്പം. നമ്മൾ ഇത് ഓർത്ത് എന്നോട് ഇതിങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഒത്തിരി പിള്ളേർ എന്നോട് വാട്സപ്പിൽ പറഞ്ഞത് ശരിയാട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ഈ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആ പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് എനിക്ക് പണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകട്ടെ. വചനം കൊണ്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ മെറ്റീരിയലിൻ്റെ നമ്മുടെ മെയിൻ സംഭവമല്ലേ ചുരിദാർ മെറ്റീരിയൽ. ആദ്യം തന്നെ ബനാറസ് ഞാനിപ്പോൾ ഇട്ടേക്കണത് അതാണ്. ബനാറസ് സിൽക്ക്, സോഫ്റ്റ് സിൽക്കിൽ ബനാറസിൻ്റെ സോഫ്റ്റ് സിൽക്കിൻ്റെ ആട്ടോ. ഇതാണ് മെറ്റീരിയൽ. സോഫ്റ്റ് സിൽക്കിൽ ബനാറസിൽ കൈക്കൊക്കെ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാരണം നല്ല നീളവും ഇതൊക്കെ തികയും. ഞാൻ ഇന്ന് ബനാറസ് ഇട്ട് വേക്കണത്. നല്ല സെറ്റാണ്. റേറ്റ് 2490. എൻ്റെ ഇച്ചിരി മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. അത് ലൈനിങ് ഇട്ട് അടിച്ചിട്ടാണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് കടയിൽ ഭയങ്കര മൂവിങ്ങൾ. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇന്നൊരിപ്പോൾ ചെറിയ പരിപാടിയുണ്ട്. അപ്പം ഞാൻ എൻ്റെ കളർ തന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇതിട്ടുകൊണ്ട് പോയേക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ട് എടുത്തിട്ടതാണ്. അടിപൊളിയാണ്. 2490 ഉള്ളൂ. ഈ കളർ ഇപ്പോഴത്തെ ട്രെൻഡി കളറാട്ടോ, ഫാഷൻ കളറാണ്. വീഡിയോയിൽ ചുമന്നിരിക്കണില്ല. നമ്മളിങ്ങനത്തെ കളറിൻ്റെ അടുത്ത് മജന്ത നീരയിട്ടിരുന്നാലും സ്റ്റാൻഡേർഡ് ഒരു എലഗൻ ലുക്ക് ഇങ്ങനത്തെ കളറാട്ടോ. നിങ്ങൾ കുറേ പേര് ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ കളറിൻ്റെ ബേജ് കളറ്, ഇങ്ങനത്തെ കളറ്, വൈറ്റ്, ഇതിൻ്റെ കൂടെയൊക്കെ ഒരു മജന്തയോ നീലോ അതൊരു ലുക്കില്ല കേട്ടോ. ഒരു എലഗൻ ലുക്ക് ഇതിനാണ്. നമ്മുടെ പൗഡർ ബ്ലൂ വന്നു. ഒരു കളർ കൂടെ ഉള്ളൂ. എനിക്കിപ്പോൾ തന്നെ ബനാറസിൻ്റെ സാരിയും ചുരിദാറും ഉള്ളൂ വീട്ടിൽ. തട്ടാൻ അതുപോലെ ഉണ്ട്. ഈ കളർ എനിക്ക് 2 ഉണ്ട്. ഇച്ചിരിയൊക്കെ ഡിഫറൻസിലേ ബനാറസിൻ്റെ തന്നെ 2 ഉണ്ട്. ഈ കളർ ഇതുകൂടെ ആയപ്പോൾ 3 ബനാറസിൻ്റെ ചുരിദാറുണ്ട്. അത് പക്ഷേ ഇടുമ്പോൾ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി സംഭവമാണ്. ഇനി ഒരു നല്ലൊരു കോട്ടൻ്റെ
ഇവിടെ നമുക്കിപ്പോൾ നല്ല ഡിമാൻഡാണ് കോട്ടൺ ലിനൻ ഇതിനൊക്കെ. യോക്ക് ഇങ്ങനെ കാന്ത കാന്ത സ്റ്റിച്ചുള്ള പ്യുവർ കോട്ടൺ ആട്ടോ. അതിൻ്റെ ബാക്ക് ഇങ്ങനെ പ്യുവർ കോട്ടണാണ്. ഈ കോട്ടൺ നമ്മൾ എല്ലാവരും ചോദിക്കും, കോട്ടൺ എല്ലാവരും കഷ്ടപ്പെട്ട് കൈ കൊണ്ട് ഇങ്ങനെ കഴുകി തൂക്കി, പ്യുവറിൻ്റെ ഒക്കെ കഴുകുമ്പോൾ ചുരുങ്ങും കളറൊക്കെ പോകുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടങ്ങ് കഴിയാൻ മതി. ഡ്രയറിലിട്ട് വേണമെങ്കിൽ ഇച്ചിരി സ്റ്റിഫ് ആൻഡ് ഷൈനും പിടിഞ്ഞ് വെയിൽ കൊള്ളിക്കരുത്, തണലത്തില്ലേ അങ്ങനെയൊക്കെ ഇട്ട് ഉണങ്ങിയെടുത്താൽ ഡ്രൈ വാഷിൻ്റെ സെയിം എഫക്റ്റ് വരും. ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ, 1299 ഉള്ളൂ. പ്യുവർ കോട്ടൺ ഷോളും ആട്ടോ. ഇപ്പോൾ ഒത്തിരി പേർക്ക് അലർജിയൊക്കെ ഉണ്ട്, മറ്റൊന്നും ഇടാൻ പാടില്ല, പ്യുവർ കോട്ടൺ വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സൂപ്പർ സംഭവം ആട്ടോ. അടിപൊളി സംഭവമാണ്. വില 1299 ഉള്ളൂ കേട്ടോ. അതേ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം മറന്നില്ലോ. കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ ചോദിക്കുക, ഞാൻ ഈ വീഡിയോയിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ എപ്പോഴും രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണോന്ന്. ഞാൻ എപ്പോഴും അധികവും വെഡ്ഡിങ് കളക്ഷനിലാട്ടോ. അപ്പടിയും എപ്പോഴും വീട് പിടുത്തവും അതും അധികവും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. നാളെ ഇവിടുത്തെ കസ്റ്റമർ തന്നെ പറയാം, ചേച്ചി അത് പുതിയ കടയിലെ ചേച്ചി കുറേ നേരം അവിടെ ഇരിക്കണ്ടേന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ഞാൻ പോണത്. അല്ലാണ്ട് എനിക്ക് എല്ലാ കടയും മൂത്ത മക്കളല്ലേ ഇത്. ഞാൻ ശരിക്കും മക്കളെ പോലെ ആട്ടോ. കടയ്ക്കും മക്കളെക്കാളും കൂടുതൽ ഇതാന്ന് തോന്നുന്നു. എനിക്ക് എന്നോട് എന്നേലും കടയുടെ കുറ്റമൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും, രക്തം തിളക്കുള്ളൂ. മക്കളുടെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ കൂടി 2 അവർക്കിട്ട് പറയും. അത് കാരണം ചെക്കന്മാർക്കൊക്കെ എന്നെ കാണുമ്പോൾ കലിയാവും. നമ്മൾ ഇങ്ങനെ സ്കൂളിൽ പോകില്ല പേരൻസ് മീറ്റിങ്ങിന്. അപ്പോൾ എൻ്റെ മൂത്തവൻ പറയും കേട്ടോ, പേരൻസ് മീറ്റിങ്ങിന് അമ്മ വന്ന് ഞാൻ പഠിക്കില്ലെന്ന്. ആ ടീച്ചേഴ്സ് കുറ്റം പറയുമെങ്കിൽ അവരുടെ കൂടെ കൂടി അവരുടെ ഇച്ചിരോടെ കുറ്റം പറഞ്ഞിട്ട് നല്ല അടി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് കാരണം ടീച്ചർമാർക്ക് എന്നെ ഇഷ്ടമാട്ടോ. അപ്പോൾ അത് കാരണം അവരൊത്തിരി ശ്രദ്ധിക്കുകയും ചെയ്യും. പൊന്നെ ഒന്നും പറയണ്ട. ഇങ്ങനെ പക്ഷെ കടേനെ പറയുമ്പോൾ നമുക്ക് അയ്യോ ഇങ്ങനെ എന്താണെന്ന് അറിയാൻ പാടില്ല. ശരിക്കും ഞാൻ കൊച്ചിനെ പോലെയൊക്കെ കടേനെ വളർക്കണം. ജീവിതം അപ്പടി ഇവിടെയല്ലേ. ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്നവരെ അതുപോലെ ചിന്തിക്കണം കേട്ടോ. എല്ലാവരും ഒരാൾ ബിസിനസ് ചെയ്യണം അത് കണ്ടിട്ടൊന്നുമല്ല, നമുക്ക് ജീവിതം മാറ്റി വെക്കേണ്ട വരും. ഒരു ബിസിനസ്സുകാരിയാണെങ്കിൽ ജീവിതമൊന്നും ഉണ്ടാവില്ല. മറ്റേ ജോലിയാണെങ്കിൽ 2 ദിവസം ലീവ് എടുത്തിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റും. സൂപ്പറാട്ടോ. ഇവിടെ ഈ ഓക്കിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, മിറർ വർക്കും ഇതുമൊക്കെ. ബാക്ക് വശം ഇങ്ങനെയാട്ടോ, ബാക്കിൽ ബാത്തിക് പ്രിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. 1299 ഉള്ളൂ. ആ വില വെച്ച് നല്ലതാണ്. ഇതുണ്ടല്ലോ ഒരു ഇങ്ങനെ സിൽക്ക് മെറ്റീരിയൽ, ആ ബനാറസ് ബുട്ടയുള്ള ഇതേ കണ്ടോ, കോട്ടയല്ല, നല്ല രസമുള്ളൊരു സൂപ്പർ സംഭവം. ഇത് ലൈനിങ് ഒന്നും അല്ലല്ലോ, അടിപൊളി സംഭവം. അതിൻ്റെ ഷോളൊക്കെ അടിപൊളിയാട്ടോ. എനിക്ക് കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കുറച്ചേ കിട്ടിയുള്ളൂ. ഇതേ ഷോളൊക്കെ കണ്ടോ, എന്ത് രസമാണ്. ഷോളിൻ്റെ തുണിയൊക്കെ കണ്ടോ നിങ്ങളിതേ കണ്ടോ, നല്ലൊരു മെറ്റീരിയൽ. കോട്ടയല്ല, എന്നാൽ കോട്ടയുടെ ലുക്കും ഉണ്ട്. എത്ര വലിയ വിലയൊന്നുമില്ല, 1499 ഉള്ളൂ. അത് വലിയ വിലയൊന്നുമല്ല ഈ മെറ്റീരിയൽ വെച്ച്. അടിപൊളിയല്ലേ, നല്ല കളർ കോമ്പിനേഷൻ. ഈ കളർ നല്ല കളറാട്ടോ. ഈ ഗോൾഡനിലൊരു പച്ച. എനിക്കൊരു സാരി കഴിഞ്ഞ ദിവസം അത് കൊടുത്ത ഫോട്ടോയൊക്കെ ഇട്ടില്ല, ഇനി വരണം. 1499 എനിക്ക് നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ സാരി കൊടുത്തിട്ട്. ഇത് ബിസ്ക്കറ്റുകൾ. $1499. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്കീമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മളിപ്പോൾ അതേ സ്വർണ്ണത്തിൻ്റെ എനിക്കിങ്ങനെ നമ്മൾ സ്വർണ്ണം വിൽക്കുമ്പോൾ അതനുസരിച്ച് കടയിൽ മേടിച്ച് വെക്കണം, അല്ലെങ്കിൽ സ്റ്റോക്ക് കുറഞ്ഞു പോകില്ലേ. ദൈവമേ, ഞാൻ സ്വർണ്ണം കുറയട്ടെ എന്ന് ഓർത്തോണ്ടിരുന്നു. എൻ്റെ ഒരു കുഴപ്പം ദേ ഇപ്പോൾ വില കയറി തന്നെ. എല്ലാവരും കൂടെ ഒരു ഗ്രാമിന് എത്ര രൂപ നമുക്ക് നഷ്ടം വരും. മേടിച്ചില്ലെന്നേ. അപ്പോൾ സ്വർണ്ണത്തിന് ഇതേ പെട്ടെന്ന് വില കൂടി.
നന്നായിട്ട് ഇപ്പോൾ വില കൂടുന്ന പറഞ്ഞാൽ നമുക്കിപ്പോൾ സ്വർണ്ണം മേടിക്കാൻ പറ്റിയ സമയം. അല്ലെങ്കിൽ നിങ്ങളൊരു സ്കീമിൽ ചേരാം. 2 മനോഹരമായ സ്കീമുണ്ട്. ദൈവമേ, കുറേ പേരോട് ഞാൻ സ്കീമിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് രാത്രി ചെന്ന് വാട്സപ്പ് നോക്കാൻ മറന്നു പോകും. അതെ, ആ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടുക്കുമ്പോൾ അതിലൊരു എൻക്വയറി നമ്പറുണ്ട്. അതിലേക്ക് വാട്സപ്പ് കോൾ വിളിച്ചാൽ അവരായാലും പറഞ്ഞു തരും കേട്ടോ. ഞാനാണെങ്കിൽ മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനോട് രാത്രി ചെന്നിട്ട് എല്ലാം മെസ്സേജിലാണെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ചെന്നിട്ട് ഉറങ്ങിപ്പോയി. പിങ്ക് നല്ല രസമുള്ള, എന്നാലും ഭയങ്കര സപ്പോർട്ടാട്ടോ. ഇത് കേട്ടിട്ട് എല്ലാവരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മനുഷ്യരെന്നെ വിളിക്കണ്ട് ഇങ്ങനെ. പിന്നെ ഇതൊന്നുമല്ല, ഓൾ ലോകത്തെ എല്ലായിടത്തു നിന്നും ഉള്ളവർ സ്കീമിൽ ചേർന്നിട്ടുണ്ട്. ആ സപ്പോർട്ട് അതൊക്കെ എങ്ങനെ വിശ്വാസമൊക്കെ യേശുമ്പരാൻ നിങ്ങളുടെ ഹൃദയത്തിലാക്കണം കേട്ടോ. നമ്മുടെ മിടുക്ക് സാമർത്ഥ്യം കൊണ്ടല്ല. എന്തായാലും പേടിക്കേണ്ട. നിങ്ങൾ വിശ്വസിക്കണത് തന്നെ ഒന്നും പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ അക്കൗണ്ടിൽ കൂടെ പൈസ ഇട്ടാൽ എനിക്ക് എത്ര സാമ്പത്തികം ഉണ്ടോ ഏതെങ്കിലും അക്കൗണ്ടിൽ കൂടെ പൈസ ഇട്ട് തന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ തെളിവല്ലേ പൈസ തന്നെ. അത് നിങ്ങൾ പേടിക്കുകയേ വേണ്ടത് കാരണം. അപ്പോൾ ധൈര്യസമേതം സ്കീമിലൊക്കെ ചേർന്നോ. നിങ്ങൾക്ക് അത് അനുഗ്രഹമാക്കി യേശുമ്പരാൻ മാറ്റും. എനിക്കും അതിന് അനുഗ്രഹമായി മാറും. അത് നല്ല പിങ്കാട്ടോ. ഇത് കണ്ടോ, ഈ ഇങ്ങനെ ഈ ഈ വർക്ക്, ഈ വർക്കിൻ്റെ നമ്മൾ എപ്പോഴും പറയണം എന്ത് വർക്കാ നമ്മളെപ്പോഴും പറയാം, ചിക്കൻ കാരി വർക്ക്. ഇങ്ങനെ യോക്കിൽ പിന്നെ ഷോള് നിറച്ച് ഈ വർക്കുണ്ട് കേട്ടോ. അതെ, ഷോള് നിറച്ച് വർക്കുണ്ട്. സെയിം ആണ്. ഒരു സെമി സിൽക്ക് മെറ്റീരിയലാട്ടോ. സെമി മൊഡാൽ എന്ന് പറഞ്ഞാട്ടോ ഇതൊക്കെ തന്നത്. മൊഡാലിൻ്റെ ഒറിജിനൽ മൊഡാലിൻ്റെ അല്ല, സെമി മൊഡാൽ എന്ന് പറഞ്ഞാൽ ബോട്ട. ഇത് 1199 ഉള്ളൂ. ആ വിലയ്ക്ക് ഇത് നല്ലതാട്ടോ. നല്ല രസമില്ലേ നോക്കി. കുർത്തയായിട്ട് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഷോൾഡറിൻ്റെ സമയത്ത് ഷോൾ ഇട്ടാൽ മതി. 1199 ഉള്ളൂ. കണ്ടല്ലോ, വർക്കൊക്കെ കണ്ടല്ലോ അല്ലേ. നല്ല ഷോള് ഫുൾ വർക്കും ഉണ്ട്. ഈ വിലയല്ലേ ഉള്ളൂ. 1199 നല്ല സാധനം. ഇത്രയും വിലയ്ക്ക് യോക്കിൽ ഈ വർക്ക് ഒരു സ്റ്റാൻഡേർഡ് വർക്കല്ലേ. ഈ വർക്ക് ഇതിന് ഭയങ്കര ട്രെൻഡാട്ടോ. ഇതിനൊരിക്കലും ഫാഷൻ പോകില്ലെന്ന് എനിക്ക് തോന്നാൻ. വേറെയൊക്കെ എംബ്രോയ്ഡറി ഒന്നാലും ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ല. കുറച്ച് ചെയ്യുമ്പോൾ ഇതാണ്. പക്ഷേ ഈ വർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. കാരണം ഇതിപ്പോൾ നമ്മൾ 1790 ഈ സെയിം വർക്കാണ് വന്നേക്കണേ. അല്ല, അങ്ങനെ ഹാൻഡ് വർക്കായിരിക്കും അത്. എന്നാലും ലക്നൗയി വർക്കെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ, അതാണ് ഞാൻ മറന്നുപോയല്ലോ എന്ന് ഓർത്ത്. നല്ല യെല്ലോ കളറല്ലേ, അടിപൊളി. അപ്പോൾ യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ, ഇങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഞാൻ പറയണ കേൾക്കൊന്നുമില്ല, ഒന്നും ചെയ്യണില്ല. ഞാൻ നോക്കിയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ലല്ലോ. ഒന്നും ചെയ്തു തരട്ടെ. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചെയ്യണേ. യേശുബ്രാൻ അനുഗ്രഹിക്കട്ടെ. ഇത് നല്ലൊരു ഈ കോട്ടൺ മെറ്റീരിയൽ. കോട്ടൺ അല്ലേന്ന്, ഇത് പ്യുവർ കോട്ടണാണ്. പ്യുവർ ഈ കോട്ട എന്ന് പറഞ്ഞ പോലെ കൂടിയ കോട്ടണാണ് കേട്ടോ. ഇതെവിടെ കാണിക്കണ അതാണോ? അല്ല, ഇത് അടിപൊളി സംഭവം ആട്ടോ. ബാക്ക് ഇത് ഇങ്ങനെയാട്ടോ. നല്ല കോട്ടൺ ഷോൾ. കോട്ട ഇങ്ങനെ. ഇതിനെല്ലാം നീളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 1450 1450 രൂപയാണ്. നല്ല സെറ്റ്. ഇതൊക്കെ ഒരു കാലത്ത് ഫാഷൻ പോകില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. നല്ല പേസ്റ്റ് ചാട്ടുമാണ്. ഫാഷനൊന്നും ഔട്ടാവില്ല. $1450 ഉള്ളൂ. അടിപൊളി സംഭവം. നല്ല ഗ്രീൻ അല്ലേ,
മഴയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഇന്ന് അപ്പടി മഴ അല്ലേ? മഴയാണെങ്കിലും പ്രശ്നം, മഴ പെയ്തില്ലേലും പ്രശ്നം. മഴ പെയ്തില്ലേ ഈ വർഷം മഴയേ ഇല്ല. കാലാവസ്ഥ ഇങ്ങനെ ചൂടായ മഴ പെയ്യുമ്പോൾ കഷ്ടം, എന്ത് മഴയാ അങ്ങനെ അല്ലേ? ദൈവത്തിൻ്റെ കാര്യം, ദൈവം എന്ത് ചെയ്യൂ അല്ലേ? നമ്മൾ ഈ പറഞ്ഞൊന്നും കേട്ടോണ്ടല്ല, ഭൂമിക്ക് എന്താ അനുഗ്രഹമാകണം അതൊക്കെ ദൈവം ചെയ്തു തരും നമുക്ക്. നമുക്ക് വല്ല ബോധമുണ്ടോ അല്ലേ? സുബോധത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമുക്ക് ബോധം ഉണ്ടാവുകയെ. ധൈര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വാഴട്ടെ. അപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊന്നും തെറ്റൂല. എനിക്ക് ഇങ്ങനെ ഈ സ്വർണ്ണക്കട തുടങ്ങാൻ നേരത്തെ ഭയങ്കര ടെൻഷനായിരുന്നു. അത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമുള്ളത് എങ്ങനെയാണ് എത്ര ദിവസം ഉറങ്ങാണ്ട്. അപ്പോൾ എനിക്കത് ഓർക്കുമ്പോൾ പേടിയാട്ടോ. ആ ദിവസം ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ അത്രയേ മാനസിക ടെൻഷനിൽ എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ കടന്നു പോയിട്ടില്ല. അപ്പോൾ വന്നിട്ട് പക്ഷേ അപ്പോഴും ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ പരിശുദ്ധാത്മാവ് വാഴണതാണ്. പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവ് തന്നെ എനിക്ക്, അല്ലെങ്കിൽ എനിക്കിത് തുടങ്ങണ്ടെന്ന് ബോധ്യം വന്നേനെ. കാരണം പകുതിയായി കഴിഞ്ഞിട്ടാണ് ഇത് ഭയങ്കര കഷ്ടപ്പാടാണെന്നൊക്കെ എനിക്ക് വ്യക്തമായേ. അപ്പോൾ ദൈവത്തിനറിയാം ഞാനിത് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ഉഴപ്പിയാലോ, അപ്പം മുങ്ങൂന്നൊക്കെ അറിയാം. അപ്പം ദൈവത്തിൻ്റെ പദ്ധതി എനിക്കൊരു പ്ലാറ്റ്ഫോമൂടെ സുവിശേഷം പറയാൻ തന്നെയാണ്. അത് കാരണം തുടങ്ങി തന്നതാണ്. ഓരോ പ്ലാറ്റ്ഫോം യേശുവിൻ്റെ സുവിശേഷം പറയാൻ. നല്ല കളറിലെ ലൈറ്റ് ബ്ലൂ. അപ്പം നമുക്ക് ദൈവം ഏത് മേഖല തന്നോ ആ മേഖലയിൽ ഇരുന്ന് യേശുവിനെ പറയുക. ഞാൻ ബസ്സിൽ കയറിയാലും ഇങ്ങനെ അടുത്തിരിക്കുന്നവരോട് എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ ഞാൻ സുവിശേഷം പറയും കേട്ടോ. ആദ്യ സ്നേഹം എവിടെ പോയി നിൽക്കൂലേ, അതുപോലെയാണ് കേട്ടോ. ആദ്യകാലത്ത് ഇച്ചിരി ഉറക്ക പറയുമായിരുന്നു, തൊട്ടടുത്തിരിക്കുന്നവരും കേൾക്കട്ടെ നോക്കുന്നേ. ആൾക്കാരെന്നെ നോക്കും, കാരണം മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. എന്നിട്ട് വലിയ സുവിശേഷം, സാധാരണ സുവിശേഷമൊക്കെ ഇച്ചിരി ഉറക്ക പറയുന്നവരധികം പൊന്തിക്കോസ്തുകാരല്ലേ. ബാക്കിയുള്ളവർക്ക് നാണാവൂല്ലോ സുവിശേഷമൊക്കെ പറയണേ. നമ്മുടെ നോയാക്കോട്ടയാട്ടോ, ഫുൾ താഴെ വരെ വർക്ക്, നല്ല ഷോള്. ഇന്ന് 2 വിലയാണ് വന്നേക്കണം. ഒന്ന് 1190, ഒന്ന് 1400. ഇത് 1190 ഉള്ളൂ കേട്ടോ. വിത്ത് ലൈനിങ് ആണോ? ഒരു സംശയം, നോക്കട്ടെ. അല്ല 1190. നോയാക്കോട്ടയിൽ താഴെ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇങ്ങനെ വീതിക്ക് ബോർഡർ വർക്കും ഉണ്ട്. എനിക്ക് ഈ സെയിം സെറ്റുണ്ട്. ഞാനിപ്പോൾ ഇട്ടേക്കണം ചുരിദാറിൻ്റെ കളർ തന്നെ. എനിക്കിഷ്ടമായി ഇതിടാൻ, കനമൊന്നുമില്ലാത്ത കാരണേ. ഞാൻ പറഞ്ഞില്ലേ കോട്ട എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇടയ്ക്ക് അവർ പറയും ചേച്ചി കോട്ട എടുക്കൽ നിർത്ത്, കോട്ടൺ സെറ്റൊക്കെ എടുക്കാൻ പറയും. എനിക്ക് പക്ഷെ കോട്ട വലിയ ഇഷ്ടമാണ് കേട്ടോ. 1190. അറിയാണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കൂലേ. ഈ ഗ്രീൻ എനിക്കുള്ളതെന്ന്. എനിക്ക് എന്നൊക്കെ ചുരിദാറുണ്ടെന്ന് ഈ വീഡിയോ കാണുന്നവർക്കറിയാം. ഓരോരുത്തർ കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം എക്സിബിഷന് പോയപ്പോൾ, സ്വർണ്ണത്തിൻ്റെ എക്സിബിഷന് പോയപ്പോൾ അവിടെ നിന്നൊരു ചക്കൻ കൊച്ച് പറഞ്ഞു, എൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഇടി നീ ആ യൂട്യൂബിൽ കാണുന്ന ആ ചേച്ചി ആണെന്ന് തോന്നുമെന്ന് പറഞ്ഞ് എൻ്റെ ഫോട്ടോ എടുത്തത് ഞാൻ അറിയാണ്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, ശരിയാ ഈ ചുരിദാറ ചേച്ചിക്കുണ്ടെന്ന് എനിക്ക് പറ്റൂല. ആ ചക്കൊച്ചു ഒന്ന് പരിചയപ്പെട്ടു. എനിക്ക് ചിരിക്കാൻ പറ്റില്ല, എനിക്ക് ചിരി വന്നു പോയി. ഈ ചുരിദാർ കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഇത് ആ ചേച്ചി തന്നെയാണ്. എൻ്റെ പൊന്നെ എനിക്ക് വയ്യ. നല്ലൊരു സെറ്റ്. ഇന്ന് അധികം കോട്ടൺ ആട്ടോ. നല്ല രസമുള്ള കഴുത്തൊന്നും നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. നല്ല വീനക്ക് കഴുത്തൊക്കെ അടിച്ച് സൂപ്പർ സെറ്റിൽ. ലൈനിങ് ഒന്നും വേണ്ട, അങ്ങ് തയ്ച്ചാൽ മതി. ഇത് ഷോളൊക്കെ കണ്ടോ കേട്ടോ, എനിക്ക് ഭംഗിയാണ്. ഇത് നല്ല കോട്ടൺ ഷോൾ കേട്ടോ. വിലയുണ്ട് കേട്ടോ, 1450. നല്ല അജ്രക് പ്രിന്റിൻ്റെ നല്ല സ്റ്റാൻഡേർഡ് ഷോള്. ഈ ഷോളിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ലേസ്, ഒരു ഗോൾഡൻ ഒരു ത്രെഡ് പോയിട്ടില്ലേ. ഒരു ഗ്ലോ ഒക്കെ ഞാൻ കണ്ടല്ലോ. എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ? ഇല്ലേ, തിളക്കമൊന്നുമില്ലേ? അയ്യോ, എൻ്റെ കണ്ണിന് സ്വർണ്ണത്തിൻ്റെ തിളക്കമായോ? ത്രെഡൊന്നുമില്ല കേട്ടോ. പക്ഷെ നല്ല രസമുള്ള ഷോളൊക്കെ. എത്രയാണെന്ന് പറഞ്ഞേ? ഇത് മാത്രമുള്ളൂ ഇതിനാ? അയ്യോ, ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. എൻ്റെ വേറെ ഉണ്ട്, ഒറ്റ പീസേ ഉള്ളൂ. ഇത് ഫുൾ വർക്കുള്ള. ഇതിൻ്റെ റണ്ണിങ് നമുക്കുണ്ട്.
എന്ന് നല്ല ഡിമാൻഡ്. താഴെ വരെ പാനൽ വർക്ക്, ബാക്ക് പ്ലെയിൻ ആട്ടോ. നല്ല ഷോളാട്ടോ, ഒറിജിനൽ ക്രേപ്പിൻ്റെ ഷോള്. രണ്ട് വശവും ഇങ്ങനെ വർക്കൊക്കെ ഉണ്ട് ഷോളിൽ. ക്രേപ്പിൻ്റെ ഷോൾ ഇഷ്ടമുള്ള ഒത്തിരി മനുഷ്യരില്ലേ. 1299 ഉള്ള നല്ല ക്രേപ്പിൻ്റെ ഷോളാട്ടോ. ചിലർക്ക് ഇങ്ങനത്തെ ഷോള് ഭയങ്കര ഇഷ്ടമാണ്, ഓരോരുത്തർക്കും ഒരേ ടേസ്റ്റ് അല്ലേ. പാനൽ വർക്ക് ഇടുമ്പോൾ വണ്ണം കുറവ് തോന്നിക്കുമെന്ന് പറയണം. താഴെ വരെ വർക്കുള്ള എന്നാണ് പറയണം. ശരിക്കും അങ്ങനെ ഉണ്ട്, വണ്ണം കുറവ് തോന്നിക്കും. എങ്ങനെ ഡ്രസ്സ് ഇട്ടാൽ വണ്ണം കുറവ് തോന്നിക്കും എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ മതി. തീറ്റ കുറയ്ക്കണ പരിപാടിയേ ഇല്ല. നല്ല ലൈറ്റ് ബ്ലൂ. ഒത്തിരി വണ്ണം കുറഞ്ഞാൽ എന്നെ കാണാൻ കൊള്ളൂല, പക്ഷെ എൻ്റെ വയറ് ഒതുങ്ങണതൊരു ഇച്ചിരി എക്സസൈസ് ചെയ്താൽ മതിയായിരുന്നു. അതൊന്നും പറ്റൂല എനിക്ക്. മടിയെന്ന് വെച്ചാൽ മടിയാട്ടോ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിശാച്. രാവും പകലും ഇങ്ങനെ പണിയെടുക്കണ മനുഷ്യരില്ലേ, അവർ ദൈവത്തിലാണ് വസിക്കണേ. അവർക്ക് വേറെ ഒന്നും ചിന്തിച്ച് പാപം ചെയ്യാനും സമയമില്ലല്ലോ. വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സിലല്ലേ കാണുന്ന പൊട്ടച്ചിന്തകളൊക്കെ കയറി തന്നെ. ഇങ്ങനെ എന്താണ്ടി പറയില്ല, ഇങ്ങനെ അയ്യോ കഥയിലെ ആളുടെ പേര് വന്നു. നല്ല രസമില്ലേ. ഇത് ബ്ലൂമിങ് വിചിത്ര സിൽക്കിൻ്റെ ആട്ടം. ഇതിന് ഇത് മാത്രമേ ഈ എംബ്രോയ്ഡറി, എല്ലാത്തിനും ഈ സീസാണ് എംബ്രോയ്ഡറി. അല്ല ഒരെണ്ണത്തിൻ്റെ മാത്രം എംബ്രോയ്ഡറി മാറിപ്പോയാണെങ്കിൽ എത്ര? ഇന്നെല്ലാം ഒരേ വിലയാ. 1190. ബ്ലൂമിങ് വിചിത്രയാണ്. ഷോള് കണ്ടോ, ഷോളയിലൊക്കെ ദേ നിറച്ച് വർക്കുണ്ട്. ഒരു വശം സ്കാലപ്പ് ഉള്ളിക്കട വർക്കുണ്ട്. ദേ നല്ലതല്ലേ, അടിപൊളി സംഭവം. ഇത് കണ്ടോ, ബ്ലൂ. അടിപൊളി അടിപൊളി സൂപ്പർ സംഭവം. നല്ല കളറും നല്ല രസവും. റോയൽ ബ്ലൂ. നല്ല മുന്തിരി കളർ. പെട്ടെന്ന് എടുത്ത് ഈ മഴക്കാലത്ത് കഴുകിപ്പറക്കി പെട്ടെന്ന് ഇടാനും എന്നാൽ ഇട്ടാൽ ഒരു ഭംഗിയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വിചിത്ര സിൽക്ക് എന്ന് പറയണത് ഇങ്ങനെ സോഫ്റ്റ് നന്നായിട്ട് ചേർന്ന് നടക്കുമ്പോൾ ഇടുമ്പോഴും കാണാൻ ഭംഗിയായിട്ടാണ്. ഇതിങ്ങനെ മിന്നും താരായിട്ട് നിൽക്കണം. ഇതിൻ്റെ ഡാർക്ക് കളറാട്ടോ ഭംഗിയുള്ളൂ. എനിക്കിഷ്ടം പേസ്റ്റൽ ചാർട്ട് കാണാൻ എനിക്കിതിൻ്റെ ഇഷ്ടമല്ല. പേസ്റ്റൽ കളറൊക്കെ ഓർഗൻസേലം. പേസ്റ്റൽ കളർ ഓർഗൻസേ കാണാൻ ഭംഗി, ഒരു സുനിയെ കാണുന്നതുമില്ല. അടിപൊളി അടിപൊളി അല്ലേ. കാഞ്ചീപുരമൊക്കെ പേസ്റ്റൽ ചാർട്ടിൽ എന്തിനും കൊള്ളാം അല്ലേ. നല്ല ബോട്ടിൽ ഗ്രീനും യെല്ലോ കോമ്പിനേഷനും അങ്ങനെയൊക്കെ. കാഞ്ചീപുരം ഗ്രീനും റെഡും. ഇന്ന് അപ്പടി തന്നെ കോട്ടണെല്ലാം എടുത്ത് വെച്ചേക്കണേ, ഞങ്ങളുമാരെടുത്ത് വെച്ചേക്കണേ കേട്ടോ. നല്ല ഇത് ഒരു പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെല്ലാവരും ചോദിച്ച സംഭവമാണ്. പിന്നെ റീസ്റ്റോക്ക് അടിച്ചപ്പോൾ കളറൊക്കെ വേറെയാണെന്നുള്ളൂ. ഇതേ പ്രിൻ്റ് ഇങ്ങനെ ബോട്ടത്തിൻ്റെ പ്രിൻ്റാട്ടോ ഇത്. ടോപ്പ് ഇത് ഇങ്ങനെ, ടോപ്പിൻ്റെ ബാക്കും ഇങ്ങനെയാട്ടോ. നല്ലൊരു സംഭവമാണ് ഇത്. ഇത് ഇച്ചിരി ഹാൻഡ് വർക്ക് ചെയ്തേക്കണെയാണ്. ഈ ഡബിൾ നോട്ടിൻ്റെ കെട്ട് ഇത് ഫുള്ളുണ്ട് കേട്ടോ. ഫുള്ളില്ലേ, താഴെ വരെ ഇല്ലേ ഉണ്ട്. ഈ പാനൽ പോലെ നടക്കേക്കടെ. ഷോള് ദേ ഫുൾ നല്ലൊരു കോട്ടൺ ഷോള്. നല്ല ഇങ്ങനെ കോട്ടൻ്റെ ആൾക്കാർക്ക് പറ്റും. കോട്ടൺ സാരി പോലെ ആട്ടോ കോട്ടൺ ചുരിദാറ്. കഴുകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഇങ്ങനെ വലിയ ഇങ്ങനെ ഒത്തിരി ഹാർഡ് ഷാമ്പു അല്ലാണ്ട് ഇട്ടിട്ട് വാഷിംഗ് മെഷീനിൽ കഴുകി ഒരു സ്വല്പം സ്റ്റിഫാൻ ഷൈൻ പിഴിഞ്ഞ ഡ്രയറിൽ ഇങ്ങനെ എടുത്താലുണ്ടല്ലോ, ഡ്രൈ വാഷിംഗ് പോലെയൊക്കെ ഇതുപോലെ തന്നെ നല്ല സ്റ്റൈലിരിക്കും. 999 കേട്ടോ ഈ സെറ്റിനുള്ളൂ. അതാണ് തോന്നുന്നത് ഇതിന് ഭയങ്കര എൻക്വയറി വന്നത്.
അത് കാരണം റീസ്റ്റോക്ക് അടിച്ചതാണ്. കളറും ഇതൊക്കെ ഡിഫറെൻ്റ് ആണെന്നുള്ളൂ. ഷോള് നല്ല നല്ല സംഭവം. ആദ്യത്തെ തവണ കിട്ടാത്തവരും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുടെയും ബെത്ത ശ്രദ്ധയ്ക്ക് പെട്ടെന്ന് എടുക്കും. നല്ല ഗ്രീൻ. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് എൻ്റെ അടുത്ത് മുടി ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടല്ലോ ജീവിതത്തിലെ കഥനകഥകൾ. അതിൻ്റെ കഥനകഥ പറഞ്ഞപ്പോൾ ഈ സത്യം സങ്കടം വരും കേട്ടോ നമുക്ക് ആർക്ക് കേൾക്കുമ്പോൾ. ഞാൻ എന്നാന്ന് പറയണില്ല, ഞാനും തിരിച്ചറിഞ്ഞാലോ. എനിക്ക് 2 ദിവസം ഇങ്ങനെ ഇത് തന്നെ ചിന്ത, അതിന് വേണ്ടി പ്രാർത്ഥനയായിരുന്നേ. മനസ്സിങ്ങനെ അപ്പം ഞാൻ എൻ്റെ കഥയും പറഞ്ഞു. അത് പറയും, അയ്യോ എനിക്ക് അത്ഭുതം തോന്നുക, ഈ വീഡിയോയിൽ ഹഹഹാന്ന് ചിരിച്ച് ബിക്കിളി വെച്ച് കിടക്കുമല്ലേ എല്ലാവരും. അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന എനിക്ക് ജീവിതത്തിലൊരു കുഴപ്പമില്ല, ഭയങ്കര ചിരി, സമാധാനവും സന്തോഷമാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഈ ചെറുപ്പന്മാർ ചുമ്മാ ചോദിക്കും. ഇപ്പോഴും എനിക്ക് ചിരിയാന്നേ. എൻ്റെ പൊന്നെ, ആവശ്യമില്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ചിരിക്കണ കാര്യം. വട്ടുള്ള മനുഷ്യരല്ലേ അങ്ങനെ ചിരിക്കോളൂ. എനിക്ക് എപ്പോഴും ചിരി വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞിട്ട് പിന്നെ കുറേ ജീവിതമായി കഴിഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചത് എത്ര കാലം കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ചോദിച്ചപ്പോൾ മറ്റേ ചിരിയോട് ചിരിക്കണേന് എനിക്ക് നുള്ളു കിട്ടുമായിരുന്നു. എനിക്ക് പറ്റില്ല. യേശപ്പനിലേക്ക് ആയ പിന്നെ ഞാനൊന്ന് ചിരിച്ചെന്നാലും ആ ഭയങ്കരമായ ചിരി ഇപ്പോൾ വന്നു തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ചിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ സങ്കടം നുള്ളിപ്പറിക്കണ പോലെ ഒരു വേദന വരുമായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോൾ ഇവിടുത്തെ ചുരിദാറ് കാക്കാതെ നീട്ടുവേ ദേ ബ്രൗൺ. എനിക്ക് പറ്റൂല, ചിരിക്കാൻ പറ്റൂല. ആഷ്, നല്ല ആഷ്, നല്ല സ്റ്റാൻഡേർഡ് സംഭവം കേട്ടോ. ഫ്രണ്ട് ബാക്ക് ഈ തുണിയുടെ ഈ ഡിസൈനാണ് ഏറ്റവും അതിൻ്റെ മനോഹാരിത. ഈ ബോട്ടോ ഈ പ്രിൻ്റഡാണ്, ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ബോട്ടാണ്. അതിൽ മനോഹാരിത ഈ ഷോളൊക്കെയാണ് സൂപ്പർ. ഇങ്ങനെ കോട്ടൺ ഷോളാണ്. ഒരു പ്രിൻ്റ് സിൽക്ക് ചുരിദാർ ഇടുന്ന ഗ്ലാമർ കിട്ടും. 999 ഉള്ളൂ എന്ന് നോക്കണം വില. കഴിഞ്ഞ ഓണ കാണിക്കാത്തൊരു കളർ. എനിക്ക് കുറേ കളർ കഴിഞ്ഞ ഓണ കാണിക്കാത്ത. ചോള് എന്നെ വഴക്കുറയാൻ എത്ര ഉത്സാഹം. വർത്താനം പറഞ്ഞ അപ്പം തുടങ്ങും. എനിക്ക് ദേഷ്യം വരും. ഈ വീഡിയോ പിടിച്ചിട്ട് വേണം പോകാനേ. 999 എങ്ങോട്ട് പോകാനൊന്നും ആർക്കറിയാം. സോഫ്റ്റ് സിൽക്കിൻ്റെ വില കുറഞ്ഞ ചുരിദാറാട്ടോ. കോട്ട ഇതേ എംബ്രോയ്ഡറി ഇങ്ങനെ യോക്കിൽ. ഹെഡ് വാഷ് ഷോള് എത്ര? 550 രൂപയുള്ളേ. കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെയൊക്കെ കാണിച്ചിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഈ മഴക്കാലത്ത് സ്ഥിരം പോണ പിള്ളേർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. സ്ഥിരം ജോലിക്ക് പോവുക, കോളേജിൽ പോവുക. അപ്പം അങ്ങനെ നല്ല സെൽഫ് വർക്കുമാണ്. 550 രൂപയുള്ള സൂപ്പർ സംഭവം. ഗ്രീൻ 550 ഉള്ളൂ കേട്ടോ. നല്ലതാട്ടോ, പെട്ടെന്ന് എടുത്തോ. അടിപൊളി ഷോളാണ് കേട്ടോ, നല്ല ഷോള്. 550 രൂപയിലേ ഉള്ളൂ. ടോപ്പിനായാലും നല്ല ഇറക്കമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തീച്ചു കൊടുത്തുകൊണ്ട് തേക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അതെ, വീഡിയോ കഴിഞ്ഞിട്ട് പോകല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ എല്ലാവരും ഈശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.